നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സിനിമ ഒരു നോർവീജിയൻ ആണ്. 2015 ഇറങ്ങിയ ഒരു ഡിസാസ്റ്റർ ഫിലിം ദ വേവ് എന്നാണ് ഈ സിനിമയുടെ പേര്. നിങ്ങൾ സുനാമിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്നാൽ സാധാരണ സുനാമി എവിടെ നിന്നാണ് അടിക്കാറ്? കടലിൽ നിന്നല്ലേ. എന്നാൽ സുനാമി പുഴയിൽ നിന്ന് വന്നാലോ? അതാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത് നോർവേയിലാണ്. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ആൾക്കാരൊക്കെ എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവാം എന്ന ഭീതിയിലാണ് ജീവിക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ അവിടെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർഷം 1905 ഒരു ജനുവരി 15 രാത്രിയിൽ അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടൽ കാരണം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ 63 ആൾക്കാരാണ് മരിച്ചത്. ലോവനേറ്റ് എന്ന പേരിൽ ഒരു തടാകത്തിൽ നിന്നും 40 മീറ്റർ ഉയരത്തിലാണ് അന്ന് സുനാമി അടിച്ചത്. എന്നാൽ ഈ ഉരുൾപൊട്ടൽ നടക്കുന്നതിന് ഒരു 58 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ദുരന്തം കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് മലയുടെ വലിയൊരു ഭാഗം തടാകത്തിലേക്ക് അടർന്നു വീണിട്ട് അന്നും ഒരു സുനാമി ഉണ്ടായി. അതിൽ 40 പേരാണ് മരിച്ചത്. ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഗവേഷണങ്ങളുടെ മേളയായിരുന്നു. അന്ന് അവർ കണ്ടെത്തിയത് നോർവേയിൽ തന്നെ വലിയ ബലമൊന്നുമില്ലാത്ത 300 മലകളുണ്ടെന്നാണ്. അപ്പൊ പിന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. എപ്പോൾ വേണമെങ്കിലും അടുത്തൊരു ഉരുൾപൊട്ടൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പേടിച്ചാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. മാത്രമല്ല ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്. എല്ലാ വർഷവും നിരവധി ആൾക്കാരാണ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്നത്. അവിടെ ഗെയ്റാഞ്ചർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആഗർനെസ്റ്റ് എന്ന പേരിലൊരു സിറ്റി ഉണ്ട്. അതിന്റെ മുകളിലായിട്ട് ഒരു വലിയ മലയാണ്. എന്നാൽ ആ മലയുടെ മുകളിലാണെങ്കിൽ ഒരു വിള്ളലും ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് തകർന്നു വീഴാം. ആ പാറക്കഷ്ണം എങ്ങാനും താഴെയുള്ള തടാകത്തിലേക്ക് വീണു കഴിഞ്ഞാൽ വലിയൊരു സുനാമി ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ആ മലക്കിടയിലെ വിടവുകൾ ഇങ്ങനെ വികസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ വേറെ കുറെ മലകളുണ്ടല്ലോ, അവിടെയൊന്നും ഇതുപോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കാറില്ല. എന്നാൽ ഇവിടുത്തെ വിടവുകൾ മാത്രം വർഷം കൂടുന്നവർ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ഒരു ചോദ്യം, ആ മല അടർന്ന് വെള്ളത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് ലഭിക്കുമെന്നാണ്. എന്താണെങ്കിലും ഓരോ സെക്കൻഡിൽ ആ മലയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഹീറോ. ഇയാളുടെ പേര് ക്രിസ്റ്റ്യൻ എന്നാണ്. ഇയാളുടെ ഫാമിലിയിൽ ഇയാളുടെ ഭാര്യയും 2 മക്കളുമാണ്. ഭാര്യയുടെ പേര് ഇതുൻ എന്നും മകളുടെ പേര് ജൂലിയ എന്നും മകന്റെ പേര് സാന്ദ്ര എന്നുമാണ്. ഈ ക്രിസ്റ്റ്യൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അയാൾക്കൊരു സ്ഥലം മാറ്റം കിട്ടി. സിറ്റിയുടെ വേറൊരു ഭാഗത്താണ്. അങ്ങോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവർ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ക്രിസ്റ്റ്യൻ നേരെ പോകുന്നത് അയാൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ഇനി ഇയാളുടെ ജോലി എന്താ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മലയുടെ മുകളിൽ അടർന്നു നിൽക്കുന്ന ഒരു പാറയുണ്ടെന്ന്. അതിനെ നിരീക്ഷിക്കുന്ന ഒരു ടീമുണ്ട്. ആ കൂട്ടത്തിലാണ് ക്രിസ്റ്റ്യനും വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇയാളുടെ ജോലിയുടെ അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒരു പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്റ്റ്യൻ ഇപ്പം അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. ഇവർ ഈ ജോലി ചെയ്യുന്ന സ്ഥലം ഇരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 102 മീറ്റർ ഉയരത്തിലാണ്. അങ്ങനെ ക്രിസ്റ്റ്യൻ അവരുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അവരുടെ ജോലി തിരക്കിലാണ്. വളരെ സൂക്ഷ്മതയോടെ ആ മലയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നാണ് അവരിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം നോർമൽ അവസ്ഥയിലാണ്. അങ്ങനെ ക്രിസ്റ്റ്യൻ ഉടനെ അവന്റെ കൊളീഗ്സിനൊക്കെ വിളിച്ചു. ഇപ്പോൾ ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ഈ ക്രിസ്റ്റ്യന്റെ കൊളീഗ്സിനെ സംബന്ധിച്ചിട്ട് ഇവനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ പിരിഞ്ഞു പോകുന്നതുകൊണ്ട് അവർക്ക് ശരിക്കും വിഷമമുണ്ട്. അങ്ങനെ ആ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്രിസ്റ്റ്യൻ അവന്റെ സാധനങ്ങളൊക്കെ എടുത്തൊരു പെട്ടിയിലേക്ക് ഇടുകയാണ്. അതിനിടയിലാണ് അവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് അവനൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ആ കൺട്രോൾ റൂമിൽ കൂടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലയ്ക്കിടയിലെ ഭൂഗർഭ ജലം ചെറുതായിട്ടൊന്ന് താന്നിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ സെൻസറൊക്കെ കട്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കറക്റ്റായിട്ട് റീഡിംഗ് കിട്ടുന്നില്ല. അങ്ങനെ അവർ അവിടുത്തെ ക്യാമറ വഴി ആ വിള്ളൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവർ നോക്കുമ്പോൾ അങ്ങനെ വേറെ ചലനങ്ങളൊന്നും അവിടെ കാണുന്നില്ല, നിശ്ചലമാണ്. അങ്ങനെ ആ പരിശോധനയ്ക്ക് ശേഷം അവരിപ്പോൾ ഒരു നിഗമനത്തിലെത്തി. എന്തെങ്കിലും ഒരു ലൂസ് കണക്ഷൻ സംഭവിച്ചായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ സെൻസേഴ്സ് ഒക്കെ കട്ടായത്. ഇങ്ങനെ ഒരു നിഗമനത്തിലാണ് അവരെത്തുന്നത്. എന്നാൽ ക്രിസ്റ്റ്യൻ ആണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനോടെയാണ് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത്. അത് കാണുമ്പോൾ അവരുടെ ബോസ് പറയുന്നത്, നീ എന്തിനാണ് ക്രിസ്റ്റ്യൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങൾ ഇത്രയും പേരിൽ ഇവിടെ നോക്കാൻ, നീ വളരെ സമാധാനത്തോടെ ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവൻ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ക്രിസ്റ്റ്യൻ വീട്ടിലെത്തി. എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷവും അയാളുടെ ആ ടെൻഷൻ ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. അയാളുടെ ലാപ്ടോപ്പ് എടുത്ത് ആ മലയ്ക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അയാളുടെ ഭാര്യയും കുട്ടികളും ആണെങ്കിൽ അവർക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ക്രിസ്റ്റ്യൻ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അയാളുടെ ഭാര്യ അയാളുടെ അടുത്തേക്ക് എത്തി. അതിനുശേഷം അയാളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയാണ്. എന്തിനാണ് ക്രിസ്റ്റ്യൻ നീ ടെൻഷൻ അടിക്കുന്നത്? നിന്റെ ജോലി കഴിഞ്ഞില്ലേ? ഇനി എന്തിനാണ് നീ ആ കാര്യങ്ങൾ നോക്കുന്നത്? ആ മലയുടെ കാര്യം ആലോചിച്ചിട്ടാണ് നിനക്ക് ഇത്ര ടെൻഷനെങ്കിൽ വർഷങ്ങളായിട്ട് ആ മല അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയും വർഷങ്ങളായിട്ട് അത് അവിടെ തന്നെ നിൽക്കും. അതെന്തായാലും ഇങ്ങോട്ട് അടർന്നു വീഴാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ ആ കാര്യമൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ഈ പാക്കിങ്ങിനൊന്ന് നീ സഹായിക്കുക എന്നാണ് അയാളുടെ ഭാര്യ പറയുന്നത്. ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ല. അയാൾ അപ്പം തന്നെ ആ ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ക്രിസ്റ്റ്യന്റെ ജോലി സംബന്ധമായ കുറെ ഫയലുകൾ ആ വീട്ടിലിരിക്കുന്നുണ്ട്. അയാൾ അതെല്ലാം കൂടെ ഒരു പെട്ടിയിലേക്ക് ഇട്ടിട്ട് അവിടെ പുറത്തിരിക്കുന്ന ഒരു വണ്ടിയുടെ ബാക്കിലിടാണ്. ഈ സമയം ക്രിസ്റ്റ്യൻ നോക്കുമ്പോൾ അങ്ങ് നദിക്കരയിലായിട്ട് അയാളുടെ മകൻ ഇരിക്കുന്നുണ്ട്. അവൻ വല്ലാതെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. അത് കാണുമ്പോൾ ക്രിസ്റ്റ്യൻ അവന്റെ അടുത്തേക്ക് പോവാണ്.
സാന്ദ്രയുടെ ഈ വിഷമത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടം വിട്ട് പോകാൻ അവന് തീരെ താല്പര്യമില്ല. എന്നാൽ ക്രിസ്ത്യനെ സംബന്ധിച്ചിട്ട് അവന്റെ ഫാമിലിയുടെ സേഫ്റ്റിയാണ് മുഖ്യം. ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തം നടക്കാം. അതുകൊണ്ടാണ് നല്ലൊരു ജോലിയാണെങ്കിൽ പോലും അത് വിട്ടിട്ട് അയാൾ വേറെ സ്ഥലത്തേക്ക് മാറുന്നത്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാളിപ്പോൾ അയാളുടെ മകനെ കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നാണ് അവർ ആ വീട്ടിൽ നിന്ന് മാറുന്നത്. അവരവരുടെ വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ അയൽക്കാർ അങ്ങോട്ട് വരുന്നത്. ഇതിൽ ഈ ഹസ്ബൻഡിന്റെ പേര് തോമസ് എന്നും വൈഫിന്റെ പേര് അന്ന എന്നുമാണ്. ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. അവരങ്ങോട്ട് വരുമ്പോൾ എന്താണ് അവരുടെ ട്രാവൽ പ്ലാൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരിപ്പോൾ അവരുടെ അയൽക്കാരുടെ അടുത്ത് പറയുന്നത്. അതായത് ക്രിസ്ത്യന്റെ ഭാര്യ ഉണ്ടല്ലോ ഇതുൻ, അവൾ ഇന്ന് ഇവരുടെ കൂടെ പോകുന്നില്ല. അവൾ ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നും കൂടെ അവൾക്ക് ഡ്യൂട്ടി ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ അവള് പോകുന്നുള്ളൂ. ഇന്നിപ്പോ പോകുന്നത് ക്രിസ്ത്യനും മക്കളും മാത്രമാണ്. അവരൊരു ബോട്ടിലാണ് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ക്രിസ്ത്യന്റെ ഭാര്യ അവരുടെ അയൽക്കാരുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ക്രിസ്ത്യൻ ശ്രദ്ധിക്കുന്നത് ആ മലയാണ്. അയാളുടെ ടെൻഷൻ ഇതുവരെയായിട്ടും വിട്ടു മാറിയിട്ടില്ല. അങ്ങനെ അയൽക്കാരുമായിട്ടുള്ള ആ സംസാരത്തിന് ശേഷം ക്രിസ്ത്യനും മക്കളും വേഗം തന്നെ അവിടെയുള്ള ബോട്ട് യാർഡിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുകയാണ്. അവർക്ക് പോകാനുള്ള ബോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം ക്രിസ്ത്യൻ ചിന്തിക്കുന്നത് ആ മലയെക്കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കും അവിടുത്തെ ഭൂഗർഭജലം താന്നത്? എന്തുകൊണ്ടായിരിക്കും അവിടുത്തെ സെൻസർ കട്ടായി പോയത്? ഇനി വല്ല അപകടവും ഉണ്ടോ? അതിനെക്കുറിച്ചൊക്കെയാണ് അയാൾ ചിന്തിക്കുന്നത്. ആ ചിന്തയ്ക്കിടയിലാണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ വണ്ടി നിർത്തിയതിന്റെ അപ്പുറത്തായിട്ട് ആ മല കാണുന്നുണ്ട്. അതിൽ നിന്നും വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ആ മലയുടെ സ്ട്രക്ചറൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾക്ക് ഒരു കാര്യം കത്തുന്നത്. അതിനെ തുടർന്ന് അയാൾ വേഗം വണ്ടി തിരിക്കുകയാണ്. അങ്ങനെ അയാൾ നേരെ പോകുന്നത് അയാളുടെ ആ ജോലി സ്ഥലത്തേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം മക്കളെ വണ്ടിക്കകത്താക്കിയിട്ട് അയാൾ ആ കൺട്രോൾ റൂമിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അയാൾ ഉടനെ ഒരു മീറ്റിംഗ് വിളിച്ചു. അയാൾക്ക് ഇപ്പൊ തോന്നിയ കാര്യങ്ങളാണ് അയാൾ ആ മീറ്റിംഗിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി അയാൾ കുറച്ച് ഫയലുകൾ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അയാൾ അട്ടിയട്ടിക്ക് വെക്കുകയാണ്. എന്നിട്ട് അയാൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ മലക്കിടയിൽ ഒരു ലൂസ് കണക്ഷൻ സംഭവിച്ചെന്നാണ്. അതായത് സെൻസർ കംപ്ലൈന്റ് ആയെന്ന്. ഇനി ഒരു പക്ഷേ കംപ്ലൈന്റ് സെൻസറിനല്ലെങ്കിലോ അങ്ങോട്ടുള്ള കേബിളിനാണെങ്കിലോ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരാം. അവിടുത്തെ ആ മലനിരകളൊക്കെ പ്ലേറ്റ് അടുക്കി വെച്ചതുപോലെയല്ലേ ഇരിക്കുന്നത്. ഈ ഫയലുകളൊക്കെ ആ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ കേബിൾ ഇടാൻ വേണ്ടി ഡ്രില്ല് ചെയ്യുമ്പോൾ ആ ഓട്ടകളൊക്കെ ആ പ്ലേറ്റുകൾക്കിടയിലൂടെയാണ് പോകുന്നത്. നേരത്തെ കണക്ഷൻ കട്ടായതിനു മുമ്പ് ജലനിരപ്പ് താഴ്ന്നു എന്നല്ല പറഞ്ഞത്. അതെങ്ങനെയാ താഴുന്നത്? ഭൂഗർഭജലം പെട്ടെന്ന് എങ്ങോട്ട് പോകാനാണ്? അത് വേറെ ഏതെങ്കിലും വഴി കണ്ടെത്തും മുമ്പേ പുതിയ ലെയറുകൾ ഉണ്ടാക്കും. അതുമൂലം ഫ്രിക്ഷൻ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ലെയറുകളുടെ സ്ഥാനം തെറ്റുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ പ്ലേറ്റ് ഇവിടെ നിന്ന് അടർന്നു മാറുന്ന ചലനം വലുതാണെങ്കിൽ കേബിൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയിടുക്കുകൾക്കിടയിലൂടെ നമ്മൾ സ്ഥാപിച്ച കേബിളുകൾ കട്ടായി പോയിട്ടുണ്ട്. അത് ഈ പ്ലേറ്റുകളുടെ സ്ഥാനമാറ്റം മൂലമാണ് എന്നൊക്കെയാണ് ക്രിസ്ത്യൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്നാൽ നമുക്ക് പുതിയ ഓട്ടകൾ ഡ്രില്ല് ചെയ്തതിനു ശേഷം കേബിൾ മാറ്റിയാൽ പോരെ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ എന്നാണ് ആ കൂട്ടത്തിൽ ഒരുത്തും ചോദിക്കുന്നത്. അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ആ ചലനത്തിൽ നീങ്ങിയ മലനിരയുടെ ഭാരം എങ്ങാനും കൂടുകയാണെങ്കിൽ ആ പ്ലേറ്റ് മാത്രം അവിടെ നിന്ന് വിട്ടുപോകും. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള പ്ലേറ്റുകളൊക്കെ തകർന്നു വീഴുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം വീഴുന്നത് താഴെയുള്ള നദിയിലേക്കായിരിക്കും. പിന്നെ എന്താണ് സംഭവിക്കുക എന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ആ പ്ലേറ്റുകളൊക്കെ വിട്ടു മാറുകയാണെങ്കിലും ആ പിളർപ്പ് വലുതാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ അപകടം ഉണ്ടായിട്ടുണ്ടെന്നുള്ള സൂചന നമുക്ക് കിട്ടുകയും ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ക്രിസ്ത്യന് ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നത്. അയാൾ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന കാര്യം ബാക്കിയുള്ളവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യനും ടീമും അവരുടെ ആ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് ആ വിള്ളലിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ആ ഹെലികോപ്റ്റർ ആ മലയുടെ മുകളിലെത്തി. അവരിപ്പം ആ വിള്ളലിന്റെ മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ സമയം ആ വിള്ളലിന്റെ അകത്തായിട്ട് പൈപ്പുകളൊക്കെ സ്ഥാപിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ മലയുടെ കുറച്ച് അപ്പുറത്തായിട്ട് അവർക്ക് മറ്റൊരു സ്റ്റേഷൻ കൂടെ ഉണ്ട്. അവിടെയാണ് അവർ ആ ഹെലികോപ്റ്റർ ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ അവർ ആ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ആ മലയിടുക്കിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. ഇപ്പൊ ക്രിസ്ത്യനും യാക്കൂബ് എന്ന് പറയുന്ന ഒരുത്തരാണ് അവിടെ നിൽക്കുന്നത്. ഇതേ സമയം തന്നെ ഇതുനാണെങ്കിൽ അവളുടെ ഹോട്ടലിലാണ്. അവർക്കിപ്പം പുതിയ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവൾ അവർക്കുള്ള റൂം കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഗസ്റ്റുകളിൽ ഈ ലേഡിയുടെ പേര് മരിയ എന്നും അവളുടെ ഹസ്ബൻഡിന്റെ പേര് ഫിലിപ്പ് എന്നുമാണ്. അങ്ങനെ റൂമൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഇതുൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് കുട്ടികൾ അവളെ വിളിക്കുന്നത്. അച്ഛൻ ഞങ്ങളെ ഇവിടെ പോസ്റ്റ് ആക്കിയിട്ട് പോയി, കുറേ സമയമായി, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഹോട്ടലിലേക്ക് പോരെ എന്നാണ് ഇതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ക്രിസ്ത്യനും യാക്കൂബും റോപ്പൊക്കെ സെറ്റ് ചെയ്ത് ആ വിള്ളലിന്റെ അകത്തേക്ക് ഇറങ്ങി. അതിനുശേഷം അവരവിടേക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവരീ പരിശോധിക്കുന്നത് അവരുടെ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് ബാക്കി എല്ലാവർക്കും കാണാനും സാധിക്കുന്നുണ്ട്. അവരിപ്പോൾ ആ കേബിളാണ് പരിശോധിക്കുന്നത്. ആ പരിശോധനയിൽ ക്രിസ്ത്യന്റെ നിഗമനം ശരിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതായത് ആ കേബിള് കട്ടായി പോയിരിക്കുകയാണ്. അങ്ങനെ ആ കട്ടായ കേബിളും എടുത്ത് അവർ തിരിച്ച് ബാക്കിയുള്ളവരുടെ അടുത്തെത്തി. അതിനുശേഷം ക്രിസ്ത്യൻ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങൾ ഈ കേബിള് കണ്ടില്ലേ, ഇതിന് തേയ്മാനം സംഭവിച്ചതല്ല. ഇതിൽ നിന്നും ആ മലയിടുക്കുകൾക്കിടയിൽ നല്ല രീതിയിലുള്ള ചലനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്ത് പ്രതിവിധി കണ്ടെത്താൻ, നമുക്ക് ഒന്നുകൂടെ ഡ്രിൽ ചെയ്തിട്ട് വേറെ കേബിളുകൾ ഇടാം എന്നാണ് അവരുടെ ബോസ് പറയുന്നത്.
ബോസ് അങ്ങനെ പറയുമ്പോൾ ക്രിസ്ത്യന് ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇനി അവിടെ ഡ്രില്ല് ചെയ്യാൻ പോവാണോ? അങ്ങനെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ മലയൊക്കെ അടർന്ന് വീഴത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ ആ മലയെങ്ങാനും അടർന്ന് വീഴുകയാണെങ്കിൽ 80 മീറ്റർ വലുപ്പമുള്ള സുനാമിയാണ് ഉണ്ടാവാൻ പോകുന്നത്. 10 മിനിറ്റിനകം ഈ സിറ്റി മൊത്തം ഇല്ലാതാവും. അതുകൊണ്ട് നമുക്ക് ഇപ്പം ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ അലാറം അടിച്ച് സിറ്റിയിൽ മുഴുവൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നാണ് ക്രിസ്ത്യൻ പറയുന്നത്. എന്നാൽ അവനത് പറയുമ്പോൾ ബോസ് സമ്മതിക്കുന്നില്ല. നീ എന്തൊക്കെയാണ് ക്രിസ്ത്യൻ ഈ പറയുന്നത്? നമ്മുടെ ഈ സിറ്റിയിൽ എത്ര ടൂറിസ്റ്റുകൾ ഉണ്ടെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? നമ്മൾ ഇങ്ങനെ ഒരു അലാറം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും പേടിച്ചു പോകത്തില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന് എത്രമാത്രം നഷ്ടം ഉണ്ടാവും എന്നാണ് ബോസ് ചോദിക്കുന്നത്. അതേക്കുന്ന ക്രിസ്ത്യന് വീണ്ടും ദേഷ്യം വരാണ്. നിങ്ങൾ എന്താണ് ഈ ടൂറിസ്റ്റുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? നമ്മൾ സാധാരണ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവൻ ഒരു വിലയുമില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേൾക്ക്, നിങ്ങൾ ആ അലാറം അടിക്കാൻ നോക്ക്, ക്രിസ്ത്യൻ വീണ്ടും പറയുന്നു. എന്നാൽ ബോസ് അതിന് സമ്മതിക്കുന്നേയില്ല. അയാൾ പറയുന്നത്, ഇനി എങ്ങാനും ഞാൻ അലാറം അടിച്ചിട്ട് ആ മലയെങ്ങാനും താഴേക്ക് വീണിട്ടില്ലെങ്കിലോ നമ്മൾ വെറുതെ കളിപ്പിക്കുകയാണെന്നല്ല അവർ വിചാരിക്കത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി യഥാർത്ഥത്തിൽ മല ഇടിഞ്ഞു വീഴുമ്പോൾ നമ്മൾ അലാറം അടിച്ചാലും ആരും അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അലാറം അടിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം, നീ ഇവിടെ നിന്ന് റിസൈൻ ചെയ്താണല്ലോ, അതുകൊണ്ട് നീ പോവാൻ നോക്ക്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്നൊക്കെയാണ് ബോസ് പറയുന്നത്. അയാൾ അങ്ങനെ പറയുമ്പോൾ ക്രിസ്ത്യന് ശരിക്കും വിഷമമായി. എന്നാൽ ഓക്കെ, നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തോന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവൻ തിരിച്ചവന്റെ വണ്ടിയിലേക്ക് എത്തി. പക്ഷെ മക്കളെ വണ്ടിക്കകത്ത് കാണുന്നില്ല. അവരവിടെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കാത്തിരുന്ന് മടുത്തു, അമ്മയുടെ അടുത്തേക്ക് പോവാണ്, നിങ്ങൾ അമ്മയെ വിളിച്ചാൽ മതി എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് വായിച്ചതിന് ശേഷം ക്രിസ്ത്യൻ വേഗം ഇതിന്റെ ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ ക്രിസ്ത്യൻ ഹോട്ടലിലെത്തി കഴിയുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, അയാൾ മക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ നിന്ന് പോയത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം അയാൾ അയാളുടെ ജോലി എന്ന് പറഞ്ഞു പോയതുകൊണ്ട് അവരുടെ ബോട്ട് മിസ്സായി. ഇനിയിപ്പം ഇന്നത്തെ ദിവസം അവർക്ക് പോകാൻ പറ്റത്തില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അവളിപ്പം അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, എന്റെ പൊന്നിതുൻ, നീ ദേഷ്യപ്പെടാതെ, അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് നീ പറ എന്നാണ് ക്രിസ്ത്യൻ പറയുന്നത്. ഓക്കെ സമ്മതിച്ചു, അതൊക്കെ വിട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഈ ഹോട്ടലിൽ താമസിക്കാം എന്നാണ് ഇതുൻ പറയുന്നത്. ക്രിസ്ത്യൻ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം അയാളുടെ മകൾ അതിന് സമ്മതിക്കുന്നില്ല. അവൾ പറയുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാം, അവസാനമായിട്ട് എനിക്ക് എന്റെ വീടിനോടൊന്ന് ബൈ പറയണമെന്നാണ്. അവൾ അതിനിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും ജൂലിയും വീട്ടിൽ പോയി കിടക്കാം, സാന്ദ്ര ഇന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ അയാളുടെ മകളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇതേ സമയം തന്നെ ഇതുനാണെങ്കിൽ ക്രിസ്ത്യൻ ഇന്ന് കിടന്നുറങ്ങാൻ വേണ്ടി ഒരു റൂം സെറ്റാക്കി കൊടുത്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്രിസ്ത്യൻ ജൂലിയെയും കൊണ്ട് അവരുടെ പഴയ വീട്ടിലെത്തി. ഇപ്പൊ വീടിനകത്ത് ബെഡൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുറത്തിട്ടിരിക്കുന്ന ബെഡൊക്കെ എടുത്ത് അയാൾ വീണ്ടും വീടിനകത്തേക്ക് തന്നെ ഇട്ടു. എന്നിട്ട് ജൂലിയെ അയാൾ അവിടെ കിടത്തി. അങ്ങനെ മകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അയാൾ നേരെ ചെന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തു. അയാളുടെ ഫ്രണ്ട്സ് അയാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു കുപ്പി മദ്യം കൊടുത്തിട്ടുണ്ട്. അയാൾ ഇപ്പം ചെറുതായിട്ട് 2 കടിച്ചിട്ട് ആ മലയും നോക്കിയിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ യാക്കൂബ് അവരുടെ ബോസും ആ വിള്ളലിന്റെ മുകളിലുള്ള സ്റ്റേഷനിലാണുള്ളത്. ഇന്നത്തെ രാത്രി അവർ അവിടെയാണ് കിടക്കുന്നത്. അവരിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്ത്യനെ കുറിച്ചിട്ടാണ്. ഇന്ന് അയാളുടെ ലാസ്റ്റ് ദിവസമായിട്ടും ബോസിന് അയാളോട് വഴക്കിടേണ്ടി വന്നല്ലോ, അത് വളരെ മോശമായി പോയി, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം രാത്രി. കുറെ നേരമായിട്ട് സാന്ദ്ര അവന്റെ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അവൻ അവിടുത്തെ TV പ്രോഗ്രാമൊക്കെ കണ്ട് ശരിക്കും ബോറടിച്ചു. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവന്റെ സർഫർ ബോർഡ് അവൻ കയ്യിലെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ ഹോട്ടലിനകത്ത് സർഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനാണ് അവൻ അതുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ അവൻ വെളിയിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് അവന്റെ അമ്മയുടെ കൂടെ റിസപ്ഷനിൽ ഇരിക്കുന്ന മറ്റൊരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് വിവേക എന്നാണ്. ഇവക്കും ഈ സാന്ദ്രയുടെ അതേ പ്രായമാണ്. അവനെ കാണുമ്പോൾ അവളൊന്ന് ചിരിച്ചതിന് ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയം സാന്ദ്രയാണെങ്കിൽ നേരെ പോകുന്നത് ആ ഹോട്ടലിന്റെ താഴത്തെ ഫ്ലോറിലേക്കാണ്. ഈ ഫ്ലോറിലുള്ള റൂമുകളിലാണ് ആ ഹോട്ടലിലെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അവനൊരു ഹെഡ്സെറ്റും വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ടാണ് ആ കോറിഡോറിലൂടെ ഇങ്ങനെ പോകുന്നത്. പാട്ട് വെച്ചത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന ഒരു ശബ്ദവും അവൻ ഇനി കേൾക്കാൻ സാധിക്കത്തില്ല. ഈ സമയം തന്നെ ആ കൺട്രോൾ റൂമിലാണെങ്കിൽ ആകെ 2 ആൾക്കാരേ ഉള്ളൂ. അതിലൊരാളുടെ പേര് മിക്കാൽ എന്നാണ്. അവൻ അവിടെ ഇരിക്കുമ്പോഴാണ് വളരെ അസാധാരണകരമായിട്ടുള്ള ഒരു റീഡിംഗ് കാണിക്കുന്നത്. അവൻ വേഗം തന്നെ ചെന്നിട്ട് അപ്പുറത്ത് കിടന്നുറങ്ങുന്ന മാർഗോട്ടിനെ വിളിക്കുന്നു. അങ്ങനെ അവർ ഉടനെ തന്നെ ആ വിള്ളലിന്റെ മുകളിലുള്ള സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് കാര്യമൊക്കെ അവർ അറിയിക്കുന്നു. ഇവിടെ ഇങ്ങനെ അസാധാരണകരമായിട്ടുള്ള ഒരു റീഡിംഗ് കാണിക്കുന്നുണ്ട്. ആ മലകൾ തമ്മിൽ കൂടിച്ചേരുകയാണെന്നാണ് തോന്നുന്നത് എന്നാണ് അവർ ബോസിനെ വിവരം അറിയിക്കുന്നത്. അതിനെ തുടർന്ന് ബോസ് യാക്കൂബിനെയും കൂട്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ മലയിടുക്കിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്താണ് എന്തോ ഒരു ഇൻഡ്യൂഷന്റെ പുറത്ത് ക്രിസ്ത്യൻ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നത്. ഈ സമയം മാർഗോട്ട് ആണെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവനോട് പറയുകയും ചെയ്തു. അതെല്ലാം കേൾക്കുമ്പോൾ അവന് ശരിക്കും ടെൻഷനായി. അവൻ ആ ഫോൺ കട്ട് ചെയ്തിട്ട് പുറത്തേക്കാണ് പോകുന്നത്. അവിടെ പുറത്ത് അവന്റെ ഫയലുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവൻ അതൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് മറ്റൊരു കാഴ്ച അവൻ കാണുന്നത്. ആകാശത്തു കൂടെ ഒരുപാട് കിളികൾ ഇങ്ങനെ പറന്നു പോവാണ്. ഇതെല്ലാം ഒരു ഉരുൾപൊട്ടലിന്റെ സൂചനയാണ്. അപ്പൊ ആ മല അടർന്ന് വീഴാൻ പോവാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ ഫയലുകളൊക്കെ എടുത്തിട്ട് അവന്റെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം അത് മൊത്തം പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ നിന്നും അവനൊരു കാര്യം മനസ്സിലായി. അവൻ ഉടനെ തന്നെ ആ വിള്ളലിലേക്ക് ഇറങ്ങിയിരിക്കുന്ന അവന്റെ ബോസിനെ വിളിക്കുന്നു.
അതിനുശേഷം അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ ഇനി ഒരു കാരണവശാലും അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങ്, ആ മല ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോവാണ്. ഞാൻ ഇതിനു മുമ്പ് നടന്ന 2 ദുരന്തങ്ങളുടെയും ഡീറ്റെയിൽസ് മൊത്തം ചെക്ക് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു ഉരുൾപൊട്ടലിന് മുമ്പ് മല ചുരുങ്ങുമെന്നാണ്. ഇപ്പൊ അവിടെയും മല ചുരുങ്ങാൻ പോവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങ് എന്നാണ് ക്രിസ്ത്യൻ പറയുന്നത്. എന്നാൽ അവനത് പറഞ്ഞു തീരുമ്പോഴേക്കും ആ മലയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. അതോടുകൂടെ ആ വിള്ളൽ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ അവിടെ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കൺട്രോൾ റൂമിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ട്. മാർഗോട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെന്നിട്ട് അലാറം പ്രസ് ചെയ്യാണ്. അതോടുകൂടെ സിറ്റിയിൽ മൊത്തത്തിൽ ആ അലാറം അടിക്കാൻ തുടങ്ങി. എല്ലാവരും ഇപ്പൊ നല്ല ഉറക്കത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ അലാറം അടിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴാണ് അവിടുത്തെ വീടുകളിലൊക്കെ ലൈറ്റ് തെളിയുന്നത്. ഈ അലാറം അടിക്കുന്നത് ആ ഹോട്ടലിൽ ഇരുന്നിട്ട് ഇതുനും കേൾക്കുന്നുണ്ട്. അവള് വേഗം തന്നെ ആ ഹോട്ടലിന്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ മല മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. അതിൽ നിന്നും കുറെ പാറക്കഷ്ണങ്ങൾ ആ വിള്ളലിന്റെ അകത്തേക്കും വീഴുന്നുണ്ട്. അതോടുകൂടെ അവിടെ നിന്നിരുന്ന അവരുടെ ബോസ് നേരെ താഴേക്ക് വീണു പോവാണ്. അങ്ങനെ അയാളുടെ പണി തീർന്നു. അങ്ങനെ ആ മലയിൽ നിന്നുള്ള മുഴുവൻ പാറക്കഷ്ണങ്ങളും നേരെ ആ നദിയിലേക്കാണ് ചെന്ന് വീഴുന്നത്. അങ്ങനെ അവിടെ വലിയൊരു സുനാമി രൂപം കൊള്ളുകയാണ്. ഇനിയിപ്പോ 10 മിനിറ്റിനകം അത് സിറ്റിയെ മൊത്തത്തിൽ അങ്ങോട്ട് വിഴുങ്ങും. ഇതറിയാവുന്നതുകൊണ്ട് ക്രിസ്ത്യൻ ഉടനെ തന്നെ അയാളുടെ മകളെയും വിളിച്ച് വേഗം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം അയാളുടെ വണ്ടി എടുത്തിട്ട് വേഗം ആ ഹോട്ടലിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ഇതുനാണെങ്കിൽ ആ അലാറം അടിച്ചതിനെ തുടർന്ന് ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് അവരെല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് അവൾ നടത്തുന്നത്. അതിനിടയിലാണ് ക്രിസ്ത്യൻ അവളെ വിളിക്കുന്നത്. ഞാൻ ഇപ്പൊ ഹോട്ടലിലേക്ക് എത്തും, നീ വേഗം ഹോട്ടലിന്റെ വെളിയിലേക്ക് ഇറങ്ങി നിൽക്ക് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഇതും അതിന് സമ്മതിക്കുന്നില്ല. അവൾ പറയുന്നത്, നിങ്ങളിപ്പോ ഹോട്ടലിലേക്ക് വരണ്ട, നിങ്ങൾ ജൂലിയെയും കൊണ്ട് ഏതെങ്കിലും ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് പോ. ഞങ്ങൾ ഇവിടെ ഒരു ബസ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഈ ബസ്സിൽ അങ്ങോട്ട് വന്നോളാം എന്നാണ് അവള് പറയുന്നത്. ക്രിസ്ത്യൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ വരാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സങ്കടപ്പെട്ടാണ് അയാൾ വണ്ടി അവിടെ നിന്ന് തിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ പുഴയിലെ വെള്ളമാണെങ്കിൽ കരയിലേക്ക് ഇങ്ങനെ ഇരച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഹോട്ടലിലുള്ള മുഴുവൻ ആൾക്കാർ ഒരു സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ബസ് റെഡിയാക്കാനാണ് ഇതിനവിടെയുള്ള ഒരാളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ മകനായ സാന്ദ്രയെ അവിടെ കാണുന്നില്ല. അവൾ എത്ര വിളിച്ചിട്ടും അവൻ വിളി കേൾക്കുന്നുമില്ല. ഈ സമയമാകുമ്പോഴേക്കും ക്രിസ്ത്യൻ അയാളുടെ മകളെയും കൊണ്ട് വേറൊരു വഴിയിലെത്തി. എന്നാൽ അവിടെ മൊത്തത്തിൽ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇനി ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോൾ അവിടെ നിന്നാലും പണിയാണ് എന്ന കാര്യം ക്രിസ്ത്യൻ അറിയാം. അതുകൊണ്ട് തന്നെ അയാളുടെ മകളെ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കി. എന്നിട്ട് അവിടെയുള്ള എല്ലാവരുടെ അടുത്തും ഏതെങ്കിലും ഉയരമുള്ള പ്രദേശത്തേക്ക് പോകാനാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്ന് എല്ലാവരും അവരുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കുന്നിന്റെ മുകളിലേക്ക് ഓടിക്കയറുകയാണ്. ഈ സമയവും ഇതുനാണെങ്കിൽ അവളുടെ മകനെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ എവിടെയും അവനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനിടയിൽ ആ ഹോട്ടലിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആ ബസ്സിന്റെ അകത്തേക്ക് കയറി. ഇനിയിപ്പം ആ റിസപ്ഷനിലുണ്ടായിരുന്ന ആ വിവേക മാത്രമാണുള്ളത്. ഈ സമയം ഇതിൻ വിവേകയുടെ അടുത്ത് ചെന്നിട്ട് സാന്ദ്രയെ കണ്ടോന്നാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ കണ്ടു, അവൻ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു എന്നാണ് അവൾ ഇതിന് മറുപടി പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഇതുൻ വീണ്ടും ഹോട്ടലിനകത്തേക്ക് കയറാണ്. ഈ സമയം നമ്മൾ നേരത്തെ കണ്ട പുതിയതായിട്ട് വന്നുള്ള ഗസ്റ്റ് ഉണ്ടല്ലോ, മറിയ, ഈ ഇതുനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മകനെയും തേടി അകത്തേക്ക് പോകുന്നത് കാണുമ്പോൾ മരിയയെ അവളുടെ പുറകെ പോവാണ്. ഇതെല്ലാം മരിയയുടെ ഹസ്ബൻഡായ ഫിലിപ്പും കാണുന്നുണ്ട്. അയാളെ മരിയയെ തടയാൻ ശ്രമിക്കുമെങ്കിലും അവൾ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിലിപ്പും അവളുടെ പുറകെ പോവാണ്. ഇതേ സമയം ക്രിസ്ത്യനും കൂട്ടരും ആ കുന്നിന്റെ മുകളിലേക്കുള്ള ഓട്ടത്തിൽ തന്നെയാണ്. അതിനിടയിലാണ് മറ്റൊരു കാര്യം നടക്കുന്നത്. ഇവരുടെ ഈ അയൽക്കാരുണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ടത്, അതിൽ ആ അന്നയുടെ കാൽ അവിടുത്തെ ഒരു കാറിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവൾക്കിപ്പോൾ കാലെടുക്കാൻ സാധിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ആ സുനാമിയാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. അത് കാണുമ്പോൾ ക്രിസ്ത്യൻ അന്നയുടെ ഹസ്ബൻഡായ തോമസിന്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ കുട്ടികളെയും കൊണ്ട് മുകളിലേക്ക് പോയിക്കോ, അന്നയുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നാണ്. അങ്ങനെ തോമസിനെയും കുട്ടികളെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ക്രിസ്ത്യൻ വേഗം തന്നെ അന്നയുടെ കാല് കുടുങ്ങിക്കിടക്കുന്ന ആ കാറ് മുന്നോട്ടെടുക്കുകയാണ്. അതോടുകൂടെ അവൾ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും സുനാമി അവരുടെ തൊട്ടടുത്തെത്തി. ഇനി അവർക്ക് ആ കുന്നിന്റെ മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ അന്നയും കൂട്ടി ആ കാറിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും സുനാമിയാണെങ്കിൽ കരയിലേക്ക് അടിക്കുകയും ചെയ്തു. അതിൽപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും മുങ്ങിപ്പോവാണ്. ഈ സമയവും ഇതിനും കൂട്ടരും സാന്ദ്രയെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ സെർച്ചിന് ശേഷം അവർ സാന്ദ്രയെ കണ്ടെത്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ഹോട്ടലിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ആ സുനാമി ആ ഹോട്ടലിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് ആ ഹോട്ടലിന്റെ അകത്തേക്ക് തന്നെ കയറുകയാണ്. ഈ സമയം സുനാമി ആണെങ്കിൽ ഹോട്ടൽ മൊത്തത്തിൽ വിഴുങ്ങുകയും ചെയ്തു. അങ്ങനെ വെള്ളം ഇപ്പം ഹോട്ടലിന്റെ അകത്തേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനും കൂട്ടരുമാണെങ്കിൽ നേരെ താഴേക്കാണ് പോകുന്നത്. അതായത് നേരത്തെ സാന്ദ്ര നിന്നിരുന്ന സ്ഥലത്തേക്ക്. അവരവിടെയുള്ള റൂമിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ മരിയയ്ക്ക് മാത്രം ആ റൂമിലേക്ക് കയറാൻ പറ്റിയില്ല. വെള്ളം അവളെ അങ്ങോട്ട് ഒഴുക്കി കൊണ്ടുപോവാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ബാക്കിയുള്ളവർ ആ റൂമിന്റെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നത്. ഇപ്പൊ ആ റൂമിന്റെ അകത്ത് അവരുടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ക്രിസ്ത്യൻ ആണെങ്കിൽ ഇപ്പോൾ ആ കാറിന്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അവൻ നോക്കുമ്പോൾ ആ അന്ന ഇപ്പൊ മരിച്ചുപോയി. അവളെ ഒന്ന് നോക്കിയതിന് ശേഷം ക്രിസ്ത്യൻ വളരെ കഷ്ടപ്പെട്ട ആ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ ഏരിയ മൊത്തം തകർന്നു കിടക്കാണ്.
ഇതേ സമയം തന്നെ ആ വിള്ളലിന്റെ ഇടയിലുണ്ടായിരുന്ന ആ യാക്കൂബ് ഇപ്പം അവരുടെ സ്റ്റേഷനിലേക്ക് എത്തി. അയാൾ വല്ലാത്തൊരു വിഷമത്തിലാണ്. ബോസ് മരിച്ചുപോയല്ലോ. ആ കാര്യം ഉടനെ തന്നെ അവൻ അവരുടെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിച്ചു. ബോസ് മരിച്ചെന്ന് പറയുമ്പോൾ അവരും ശരിക്കും വിഷമത്തിലിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ക്രിസ്ത്യൻ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. അയാളിപ്പം അയാളുടെ മകളെ അന്വേഷിച്ച് നടക്കുകയാണ്. മകൾ ഇപ്പോഴും ഉള്ളത് ആ തോമസിന്റെ കൂടെയാണ്. അവൾക്ക് കുഴപ്പമൊന്നും പറ്റാത്തതുകൊണ്ട് ക്രിസ്ത്യന് ശരിക്കും ആശ്വാസമായി. ഇനിയിപ്പോൾ അയാൾക്ക് കണ്ടുപിടിക്കേണ്ടത് അയാളുടെ ഭാര്യയും മകനെയുമാണ്. അവരുള്ള ബസ് മലയുടെ മുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ മകളെ തോമസിന്റെ അടുത്ത് തന്നെ നിർത്തി അയാൾ ഇതുനെ അന്വേഷിച്ച് പോവാണ്. ഇതേ സമയം തന്നെ ഇതിനും കൂട്ടരും ആ റൂമിന്റെ അകത്ത് തന്നെയാണ്. അവരാ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ചെറിയ ഗ്യാപ്പിലൂടെ വെള്ളം മൊത്തം ആ റൂമിന്റെ അകത്തേക്ക് ഒഴുകി വരികയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സൊക്കെ വെച്ച് അവരതിനെ ബ്ലോക്ക് ചെയ്ത് പിടിക്കാൻ തുടങ്ങി. ഈ സമയം തന്നെ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇതുനെ അന്വേഷിച്ചപ്പോൾ വേറൊരു സ്ഥലത്തെത്തി. അയാൾ നോക്കുമ്പോൾ ആ ബസ് അവിടെ മറിഞ്ഞു കിടക്കാണ്. അയാൾ ഉടനെ തന്നെ ആ ബസ്സിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും മരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഇതിനും സാന്ദ്രയും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നും അവർ ആ ബസ്സിൽ കയറിയിട്ടില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അയാൾ വേഗം തന്നെ ആ ബസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് അയാൾ ആ ഹോട്ടൽ കാണുന്നത്. അപ്പോൾ അവർ ആ ഹോട്ടലിനകത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഈ സമയമാകുമ്പോഴേക്കും ഇതിനും കൂട്ടരും നിൽക്കുന്ന ആ റൂം മൊത്തം വെള്ളം കയറി. അവരിപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ അതിനിടയിലാണ് അവരുടെ കൂട്ടത്തിലുള്ള ഫിലിപ്പ് ഒരു പണി കാണിക്കുന്നത്. അയാൾക്കിപ്പോൾ വല്ലാത്തൊരു വെപ്രാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ സാന്ദ്രയെ പിടിച്ച് മുക്കാൻ തുടങ്ങി. ഇതിന് എത്ര ശ്രമിച്ചിട്ടും അയാൾ അവനെ പിടിവിടുന്നില്ല. ഇതും കൂടെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും ഭ്രാന്തായി. അയാളെ ഇനി ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾ തന്റെ മകനെ കൊല്ലും എന്ന കാര്യം അവൾക്ക് തീർച്ചയായി. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഫിലിപ്പിന്റെ പുറത്ത് കയറിയിരുന്ന് അയാളെ പിടിച്ച് താഴ്ത്തുകയാണ്. അങ്ങനെ അവൾ അയാളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയുന്നു. അതല്ലാതെ അവളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. അമ്മയുടെ ആ പ്രവൃത്തിയൊക്കെ കണ്ട് സാന്ദ്രയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ക്രിസ്ത്യൻ ആ ഹോട്ടലിനുള്ളിലേക്ക് എത്തി. അയാളിപ്പം അയാളുടെ ഭാര്യയും മകനെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്തിട്ടും അയാൾക്ക് അവരെ കാണാൻ സാധിച്ചില്ല. എന്നാൽ അതിനിടയിലാണ് അയാൾ മറ്റൊരു കാര്യം കാണുന്നത്. അത് അവരുടെ ബാഗായിരുന്നു. അതിൽ നിന്നും ഭാര്യയും മകനും മരിച്ചുപോയി എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. അയാൾക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. മാത്രമല്ല നല്ല ദേഷ്യവും. അയാൾ ഒരു കമ്പി എടുത്തിട്ട് അവിടെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. എന്നാൽ ആ കമ്പി വെച്ച് അടിക്കുന്ന ശബ്ദം താഴെ നിന്നിട്ട് ഇതിനും സാന്ദ്രയ്ക്കും കേൾക്കുന്നുണ്ട്. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പാനർ വെച്ചിട്ട് അവിടുത്തെ പൈപ്പിനിട്ട് അടിക്കാൻ തുടങ്ങി. ഈ ശബ്ദം ക്രിസ്ത്യനും കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവര് താഴെയുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അയാൾ വേഗം തന്നെ താഴേക്ക് പോവാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അയാൾ ആ റൂമിന്റെ മുന്നിലെത്തി വാതിൽ തുറന്നു. അയാളുടെ ഭാര്യയാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഉടനെ തന്നെ അയാൾ ഭാര്യയെ വെളിയിലേക്ക് ഇറക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആ വെള്ളത്തിലേക്ക് ചാടി. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ മകന്റെ അടുത്തെത്തി. എന്നിട്ട് മകനെയും കൊണ്ട് തിരിച്ചു നീന്താൻ തുടങ്ങി. എന്നാൽ അവരിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദൂരം നീന്താനുണ്ട്. കുറച്ച് സമയം നീന്തി കഴിയുമ്പോൾ അയാളുടെ മകന് ശ്വാസം മുട്ടാൻ തുടങ്ങി. അത് കാണുന്ന ക്രിസ്ത്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന് കുറച്ച് ശ്വാസം കൊടുക്കുകയാണ്. അതോടുകൂടെ അവനിപ്പം നീന്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് നീന്തി പോവുകയും ചെയ്തു. എന്നാലും ആ ശ്വാസം കൊടുത്തുകൊണ്ട് ക്രിസ്ത്യൻ ഇപ്പം നീന്താൻ പറ്റുന്നില്ല. അയാൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ അൺകോൺഷ്യസ് ആവുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും മകൻ വെളിയിലേക്ക് എത്തി. അപ്പോഴാണ് ക്രിസ്ത്യൻ അവിടെ കുടുങ്ങിപ്പോയി എന്ന കാര്യം ഇതിനും മനസ്സിലാവുന്നത്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അതിനുശേഷം വേഗം തന്നെ നീന്തി ചെന്നിട്ട് അയാളെ പിടിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ക്രിസ്ത്യനെയും കൂട്ടി വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ വെളിയിലേക്ക് എടുത്ത ഉടനെ അവര് ക്രിസ്ത്യന് CPR കൊടുക്കാൻ തുടങ്ങി. കുറെ സമയം അവരയാൾക്ക് CPR കൊടുക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചുപോയി എന്ന ഘട്ടത്തിൽ നിന്നാണ് അവരയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോഴാ കുന്നിന്റെ മുകളിലാണ്. അവരവിടെ ഒരു ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജൂലി ഇപ്പം അവളുടെ അച്ഛനെയും അമ്മയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് അവർ 3 പേരും അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. ഇതാണ് ഈ സിനിമയുടെ കഥ. ഇനി ആ സ്ഥലത്ത് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് നോക്കാം. ആ വിടവുകളുണ്ടല്ലോ, അതിപ്പോഴും സദാസമയം നിരീക്ഷണത്തിൽ തന്നെയാണ്. ആ വിടവുകൾ ഓരോ വർഷവും 15 സെന്റിമീറ്റർ വെച്ച് വലുതാവുന്നുണ്ട്. എല്ലാ വിദഗ്ധരും പറയുന്നത് അവിടെ ഉറപ്പായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് എപ്പോൾ സംഭവിക്കും എന്ന് മാത്രം ആർക്കും അറിയത്തില്ല. അപ്പൊ എന്താണ് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.